അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മളിപ്പോഴുള്ളത് അറബി വർഷത്തിൻ്റെ അവസാനത്തെ മാസമാകുന്ന ദുൽഹജ്ജ് മാസത്തിലാകുന്നു. ഹജ്ജ് നിർവഹിക്കപ്പെടുന്ന മാസമായതുകൊണ്ടാണ് അതിന് ദുൽഹജ്ജ് എന്ന് പ്രധാനമായും പേര് പറയാനുള്ള കാരണം. അങ്ങനെ ഈ വർഷം അവസാനിക്കുന്നത് ദുൽഹജ്ജ് കൊണ്ടാണെങ്കിൽ അറബി വർഷത്തിൻ്റെ കൊല്ലം തുടക്കം കുറിക്കുന്നത് അഥവാ ദുൽഹജ്ജ് കഴിഞ്ഞു പോകുന്ന മാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുഹറം മാസം എന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞു വരാറുള്ളതും അങ്ങനെ തന്നെയാണ്. മുഹറം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം വിരോധിക്കപ്പെട്ടത് എന്നാണ്. വിരോധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഈ മുഹറം മാസം എന്ന് പറയുന്ന അറബി കൊല്ലത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ പ്രത്യേകമായി വിരോധന മേഖലകളെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണെന്ന് ഉണർത്താൻ വേണ്ടിയാണ്. അഥവാ മൻഹിയാത്ത്, വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ മാറി നിൽക്കാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് മുഹറം മാസത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യൻ തുടക്കത്തിൽ തന്നെ വിരോധിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ വിരോധിച്ചുകൊണ്ട് പതിവാക്കി പോന്നാൽ പിന്നീടുള്ള സമയത്തും അവനതിന് നിലകൃതിയാവാൻ പോകാൻ സാധിക്കും. അതാണ് ശരി. അതുകൊണ്ടാണല്ലോ ഏത് വിഷയത്തിനും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിരോധിക്കപ്പെട്ട കാര്യത്തിൽ തൊട്ട് മാറി നിൽക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് പറയാനുള്ള കാരണം, ഈ പവിത്രമായ മാസത്തിൽ ഒരു മനുഷ്യൻ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ഹറമിൽ വെച്ച് ചെയ്ത തെറ്റിനോട് തുല്യമാണെന്ന് വരെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സാധാരണ മാസത്തെ തെറ്റ് പോലെ അല്ലല്ലോ ഈ മാസം തെറ്റിൻ്റെ വണ്ണം കൂടും. അതുകൊണ്ട് മുഹറം വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നിടത്തോട്ട് മാറി നിൽക്കൽ അനിവാര്യമായ ഘട്ടമാണ് എനിക്ക് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ളതായിരിക്കുന്ന പേരാണ് മുഹറം. എന്നാൽ ഈ മാസത്തിൻ്റെ അകത്ത് ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്താലോ, ആ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഹറമിൽ വെച്ച് ചെയ്ത നല്ല കാര്യത്തിനോട് തുല്യമാണ്. ഹറമിൽ വെച്ചുള്ള ഒന്നിനും 1,00,000 കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു മാസത്തിലേക്കാണ് നമ്മൾ കടന്നു വരാൻ പോകുന്നത്. അതുപോലെ ഇഹ്റാമിൻ്റെ അടുത്ത് വെച്ച് ഒരാൾ ചെയ്യുന്ന അമലിനോട് തുല്യമായ പ്രതിഫലമാണ് വരാൻ പോകുന്ന മാസത്തിൻ്റെ അകത്ത് നാം ചെയ്തു നിന്നായിരിക്കുന്ന സൽപ്രവർത്തന മെച്ചം. അതുകൊണ്ട് തന്നെ ഹറാം ഒഴിവാക്കിക്കോ. ഇതര സമയത്തുള്ള ഹറാം പോലെയല്ല. ഇതര സമയത്തുള്ള ഹറാമിനിക്ക് കിട്ടുന്നതിനേക്കാൾ 10 മടങ്ങ് ശിക്ഷ കിട്ടും. അതുകൊണ്ട് മാറി നിന്നോ എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലാണ് മുഹറം കടന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മുഹറം മാസത്തിനെ സംബന്ധിച്ച് നമ്മളെ മുസ്ലിം സമുദായത്തിൻ്റെ പറ്റ ഓരോ തെറ്റിദ്ധാരണകളുണ്ട്. അതെന്തോ ഒരു ഭീകര വസ്തുവാണ് എന്നുള്ള നിലവാരത്തിൽ അതിനെ കാണുന്ന ഒരു സമ്പ്രദായം മുസ്ലിമീങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അതൊരിക്കലും ശരിയല്ല. പിന്നെ അതിനർത്ഥം എന്താണ്? മുഹറത്തിൻ്റെ അകത്ത് പഴയ കാലത്തൊക്കെ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇബാദത്തിന് വേണ്ടി മുഴുകിയിരിക്കാൻ പറ്റുന്ന സമയമാണെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇബാദത്തിലേക്ക് മുഴുകിയിരുന്നാൽ ലക്ഷം കിട്ടുന്ന സമയമാണെന്നും വരുത്താൻ വേണ്ടി പഴയ കാലത്ത് നിങ്ങൾ ഇബാദത്തിന് ഒഴിഞ്ഞിരിക്കണമെന്ന് മനസ്സിലാക്കി ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രൂപത്തിലേക്ക് മനുഷ്യന്മാർ നീങ്ങിപ്പോണ്ടിക്കാണത് തെറ്റാണ്, ശരിയല്ല. അതുപോലെ തന്നെ മുഹറം മാസം മറിഞ്ഞു കാണാൻ പാടില്ല. ഇങ്ങനെയുള്ള ഓരോരോ തെറ്റിദ്ധാരണകളാണ്. സത്യത്തിൽ മുഹറം മാസം സന്തോഷം, വളരെ ഇബാദത്തിൻ്റെ അകത്ത് ഏറ്റവും പുരോഗതി വരിച്ചേണ്ട മാസമാണെന്നും ഹറാമിനെ തൊട്ട് മാറി നിൽക്കേണ്ട മാസമാണെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. എന്നല്ലാതെ ഇതെന്തോ ഒരു ഭീകര വസ്തുവാണെന്ന് മനസ്സിലാക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് സഹോദര സഹോദരിമാർ മനസ്സിലാക്കണമെന്ന് ഈ തരുണത്തിൽ ഞാൻ ഉണർത്തുകയാണ്. മാത്രമല്ല, മുഹറം മാസത്തിൻ്റെ ആ 10 ദിവസമായി കഴിഞ്ഞാൽ ആ ദിവസത്തിലെ പ്രധാനപ്പെട്ടൊരു നോമ്പുണ്ട്. ഒരു കാലത്ത് ആ നോമ്പ് നിർബന്ധമായിരുന്നു. റമദാൻ മാസത്തിൻ്റെ നോമ്പ് വന്നതോടുകൂടെ ആ നിർബന്ധത്തിന് ഉയർത്തപ്പെട്ടു പോയി എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ നോമ്പ് മുഹറം മാസത്തിലായിരിക്കും നോമ്പിന് വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കാലം മുഴുവനും നോമ്പനുഷ്ഠത്തിനോട് തുല്യമാണ്. 360 ദിവസവും നോമ്പനുഷ്ഠത്തിന് തുല്യമായൊരു പ്രതിഫലം കിട്ടുന്ന നോമ്പാണ് മുഹറം 10 നോമ്പ്. അതേപ്രകാരം തന്നെ മുഹറം 9 അകത്ത് കൂട്ടി നോമ്പ് പോലൊക്കെ നല്ലതാണ്. ലാസൂമന താസിയവൽ ആഷർ, ഞാൻ അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 10 മാത്രമല്ല 9 കൂടി നോൽപ്പുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹു റസൂലിന് വഫാത്തായിപ്പോയി. അപ്പോൾ മുഹറം 9ഉം 10ൻ്റെ നോമ്പിന് വലിയ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. മാത്രമല്ല ആ നോമ്പിനോടടുപ്പം തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുക, ഒരാൾ ദാനധർമ്മങ്ങൾ ചെയ്യുക, അതൊക്കെ വളരെയധികം കുരിട്ടും. ഈ മുഹറത്തിൻ്റെ 10ാം പ്രത്യേകിച്ചും ദാനധർമ്മം ചെയ്താൽ അവനിക്ക് ഒരു വർഷത്തിൽ അവൻ്റെ ജീവിതകാലം ഐശ്വര്യത്തിലായി മാറുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെ നമുക്ക് ദാനധർമ്മം ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് മുഹറം മാസം. അപ്പോൾ ആ കാര്യത്തിനൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്വർഗത്തിൽ നിന്ന് പഴമായി ബന്ധപ്പെട്ട വിഷയത്തിന് വേണ്ടിയിട്ട് ആദം നബി സ്വർഗത്തിന് ഇങ്ങോട്ട് പോന്നല്ലോ. അതിനുശേഷമായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല സ്വീകരിച്ചത് ഈ മുഹറം മാസം 10-നാണ്. ബഹുമാനപ്പെട്ടതായിരിക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ കിടന്ന് ജയിലിൽ മോചിതനായത് മുഹറം 10-നാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയത് മുഹറം 10-നാണ്. ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് തൗറാത്ത് അവതരിപ്പിച്ച മുഹറം 10-നാണ്. തൂരി സീനാ പർവ്വതത്തിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുമ്മ സംഭാഷണം നടത്തി. അള്ളാഹിൻ്റെ സംഭാഷണം മൂസാ നബി കേട്ടു. അപ്പോൾ മൂസാ നബി ആവശ്യപ്പെട്ടു, പടച്ചവനെന്ന് കാണാൻ സാധ്യമല്ലെന്ന് പറയുകയും, അങ്ങനെ ആ നിരക്ക് ഈ മൂസാ നബി വകല്ലമല്ലാഹു മൂസാ തക്രീമ, മൂസാ നബി അള്ളാഹിനോട് തൂരി സീനാ പർവ്വതത്തിൽ സംസാരിച്ചതും അതുപോലെ തന്നെ തൗറാത്ത് അവതരിപ്പിച്ചതും മുഹറം 10-നാണ്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ഈ മുഹറത്തിനെ സംബന്ധിച്ച് അതെന്തോ ഒരു ഭീകരവസ്തുവാണെന്ന് കരുതി വെക്കുന്നത് ഒരിക്കലും ശരിയല്ല. പക്ഷെ തെറ്റിനിക്ക് വലിയ ഭയങ്കര ശിക്ഷ കിട്ടും, നല്ല കാര്യത്തിനിക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം. മുഹറം വിരോധനമാകരാനി കാണണമെന്നും അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അറിയിപ്പാണ് ഈ പുതുവത്സരത്തിൻ്റെ തുടക്കം മുതൽക്ക് നമ്മൾക്ക് വേണ്ടി വരുന്ന മുഹറം ആ ലഫ്ദ് കൊണ്ട് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാൻ്റെ സഹോദരന്മാർ ഈ മാസത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കണമെന്നും ചീത്തക്കാരൻ മാറി നിൽക്കാൻ തിരഞ്ഞെടുക്കാൻ അപേക്ഷ കൊണ്ടിട്ട് അള്ളാഹു തന്നെ നമ്മളെല്ലാവരെയും അവൻ്റെ സജ്ജനങ്ങൾ കൂട്ടി അനുഗ്രഹിക്കമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ തഫറഖനാ മിൻ ബഅദി തഫറഖൻ മഅസൂമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.